So next നമുക്ക് theorem 2 ആണ് ഉള്ളത്. Theorem 2 ന്റെ statement a necessary and sufficient condition that there exists between two functions x u of x by and v of x y a relation f of u equal to 0 not involving x or y explicitly is that dou of u v by dou of x y is equal to 0. ഒരു necessary and sufficient condition ആണ്. അതായത് രണ്ട് functions നമ്മൾ എടുക്കുക u ഉം v ഉം u and v are functions of both x and y നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ u ന്റെ u എന്ന് പറയുന്നത് function of x and y ആണ്. അതുപോലെ തന്നെ v is also a function of x and y ആണ്. അങ്ങനെയാണെങ്കിൽ ഈ u നും v നും തമ്മിൽ കണക്ട് ചെയ്യുന്ന f of u v equal to 0 എന്നുള്ള റിലേഷനകത്ത് x ഓ y ഓ എക്സ്പ്ലിസിറ്റ്ലി ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ആണ് dou of u v by dou of x y is equal to 0 എന്നുള്ളത്. അതായത് f of u v എന്ന് പറയുന്നത് u നും v നും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷനാണ് f of u v equal to 0 എന്നുള്ളത്. ആ റിലേഷനകത്ത് x ഓ y ഓ എക്സ്പ്ലിസിറ്റ്ലി ഇൻവോൾവ് ആകാതിരിക്കാനുള്ള ഒരു നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ആണ് dou of u v by dou of x y is equal to 0 എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ എഫ് ഓഫ് യു വിക്കകത്ത് എക്സ്പ്ലിസിറ്റ്ലി എക്സും വൈയും ഇൻവോൾവ് ആകുക എന്നുള്ളതിന്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. എഫ് ഓഫ് യു വി ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മുടെ റിലേഷൻ. എഫ് ഓഫ് യു വി ഈക്വൽ ടു 0. അപ്പം യുവിന് മീനിങ് കണക്ട് ചെയ്യുന്ന റിലേഷൻ. അപ്പോൾ നമ്മൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പം യു പ്ലസ് ബി ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫംഗ്ഷൻ എടുത്തു, റിലേഷൻ എടുത്തു. ഇത് യുവിനെ മീനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ എക്സും വൈയും ഉണ്ടോ? ഇല്ല. യുവും ബിയും മാത്രമേ ഉള്ളൂ, എക്സും ഇല്ല വൈയും ഇല്ല. അപ്പോൾ ഇതിനകത്ത് എക്സോ വൈയോ എക്സ്പ്ലിസിറ്റ്ലി ഇൻവോൾവ് അല്ല. ഒബ്വിയസ്ലി യുവിനകത്ത് എക്സും വൈയും ഉണ്ട്, വിക്കകത്തും എക്സും വൈയും ഉണ്ട്. പക്ഷെ നമ്മൾ വൺസ് ഇതിനെ യു പ്ലസ് ബി എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് എക്സും വൈയും പ്രത്യക്ഷത്തിൽ കാണാനില്ല. അതിനെയാണ് നമ്മൾ ഡസ് നോട്ട് ഇൻവോൾവ് എക്സ് ഓർ വൈ എക്സ്പ്ലിസിറ്റ്ലി എന്ന് പറയുന്നത്. ഈ ഒരു റിലേഷനകത്ത് എക്സോ വൈയോ എക്സ്പ്ലിസിറ്റ്ലി ഇൻവോൾവ് അല്ല. നമ്മൾ ഇത് നോക്കുക, ഇവിടെ എടുക്കുന്ന ഈ റിലേഷനും യുവിനെയും വിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷനാണ്. ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് എങ്ങനെ എക്സ് യു പ്ലസ് വൈ വി ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ് നമ്മൾ ഈ റിലേഷൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് നോക്കുമ്പോൾ തന്നെ എക്സും ഉണ്ട് വൈയും ഉണ്ട്. ഈ റിലേഷനകത്ത് ബോത്ത് എക്സ് ആൻഡ് വൈ ആർ എക്സ്പ്ലിസിറ്റ്ലി കണ്ടെയ്ൻഡ് നമുക്ക് പറയാൻ പറ്റും. ഇത് എക്സിനെയും വൈനെയും എക്സ്പ്ലിസിറ്റ്ലി കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു റിലേഷനകത്ത് എക്സോ വൈയോ എക്സ്പ്ലിസിറ്റ്ലി ഇൻവോൾവ് അല്ല. ഇതാണ് ശരിക്കും എക്സ്പ്ലിസിറ്റ്ലി കണ്ടെയ്ൻ ചെയ്യുക. എക്സിനെയോ വൈനെയോ എക്സ്പ്ലിസിറ്റ്ലി കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ള ആ ഒരു ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ കണ്ടെയ്ൻ ചെയ്യാത്ത, അതായത് ഈ ഒരു ഫോമിലാണ് നമ്മുടെ റിലേഷനെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഫോമിൽ നമ്മുടെ റിലേഷൻ കിട്ടാനുള്ള നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ആണ് നമ്മൾ പറയുന്നത്. അതായത് എക്സിനെയോ വൈനെയോ എക്സ്പ്ലിസിറ്റ്ലി കണ്ടെയ്ൻ ചെയ്യാതെ ഈ ഒരു ഫോമിൽ കിട്ടാനുള്ള നെസസറി ആൻഡ് സഫിഷ്യന്റ്. ഈ ഒരു ഫോം എന്ന് പറഞ്ഞാൽ ഇവിടെ യു പ്ലസ് ബി ഈക്വൽ 0 എന്ന് തന്നെ വരണമെന്നില്ല, എക്സോ വൈയോ ഉണ്ടാവാതിരിക്കാൻ മതി. യു വി ഈക്വൽ 0 എന്ന് വന്നാലും കുഴപ്പമില്ല. യു പ്ലസ് 2u പ്ലസ് 3v ഈക്വൽ 0 എന്ന് വന്നാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ എന്തുണ്ടാവാൻ പാടില്ല, എക്സോ വൈയോ എക്സ്പ്ലിസിറ്റ്ലി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ആണ് ഡോ യു വി ബൈ ഡോ എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത്. നമ്മൾ ഓൾറെഡി ഡോ യു വി ബൈ ഡോ എക്സ് വൈയുടെ ഇത് കണ്ടിട്ടുണ്ട്. ഈ നൊട്ടേഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഡോ യു വി ബൈ ഡോ എക്സ് വൈ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താ, ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ മൈനസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഈ റിലേഷൻ മീൻ ചെയ്തത്. ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ മൈനസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ യുവിനകത്തും വിനകത്തും എക്സും വൈയും ഉണ്ട്. പക്ഷേ എഫ് ഓഫ് യു വി ഈക്വൽ ടു 0 എക്സ് ഓർ വൈനെ എക്സ്പ്ലിസിറ്റ്ലി കണ്ടെയ്ൻ ചെയ്യാതിരിക്കാനുള്ള നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ആണ് ഡോ ഓഫ് യു വി ബൈ ഡോ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത്. നമുക്ക് പ്രൂഫ് നോക്കാം. പ്രൂഫിലേക്ക് പോവാണ്. അപ്പോൾ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുകയാണ്. സപ്പോസ് there exist two functions u of x y and v of x y. അവിടെ യു വി എക്സിന്റെയും വൈയുടെ ഫംഗ്ഷൻസ് തന്നെ എടുത്തു. അതുപോലെ തന്നെ യുവിനെയും വിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ എഫ് ഓഫ് യു വി ഈക്വൽ ടു 0 എടുത്ത് അതിനകത്ത് എക്സോ വൈയോ എക്സ്പ്ലിസിറ്റ്ലി ഇല്ലാന്ന് നമ്മൾ അസ്യൂം ചെയ്തു. നമ്മൾ എന്താ പറയുന്നത്, എക്സ് യു എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്, വി ഇസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. യുവിനെയും വിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ ആണ് എഫ് ഓഫ് യു വി ഈക്വൽ ടു 0. നമ്മൾ അസ്യൂം ചെയ്യുവാണ് എഫ് ഓഫ് യു വി ഈക്വൽ ടു 0ക്കകത്ത് എക്സോ വൈയോ എക്സ്പ്ലിസിറ്റ്ലി ഇൻവോൾവ് അല്ല എന്നുള്ളത്. പ്രൂവ് ചെയ്യേണ്ടത് ഡോ ഓഫ് യു വി ബൈ ഡോ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എഫ് ഓഫ് യു വി ഈക്വൽ ടു 0ക്കകത്ത് എക്സോ വൈയോ എക്സ്പ്ലിസിറ്റ്ലി ഇൻവോൾവ് അല്ല എന്നുള്ളതാണ് നമ്മുടെ അസ്യൂഷൻ. പ്രൂവ് ചെയ്യേണ്ടത് ഡോ ഓഫ് യു വി ബൈ ഡോ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ഈ എഫ് ഓഫ് യു വി ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഇക്വേഷനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം യു എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്, വി ഇസ് ഓൾസോ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. അപ്പോൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്, പിന്നെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു വി യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡോ യു ബൈ ഡോ എക്സ് വരും. പ്ലസ് ഡോ എഫ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതുപോലെ ഇതിനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. പിന്നെ 3 കിട്ടും. നമ്മൾ
പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഒക്കെ ഓൾറെഡി പഠിച്ചതാണ്. അവിടെ ചെയിൻ റൂളൊക്കെ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം പക്ഷെ ചെയിൻ റൂൾ നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. അതെങ്ങനെ അതിന്റെ ജനറൽ ഫോം ഇങ്ങനെ വരുന്ന നോക്കുന്ന ശരിക്കും കണ്ടിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. അപ്പൊ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഇത് പറയുന്നുണ്ട്. പാർഷ്യൽ വെച്ചിട്ടല്ല, സാധാരണ ഓർഡിനറി ഡെറിവേറ്റീവ് വെച്ചിട്ട് നമ്മൾ ചെയിൻ റൂളിനെ എഴുതുവാണെങ്കിൽ അതെങ്ങനെയാ വരുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇലസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി കാണിച്ചു. നമ്മൾ നൊട്ടേഷൻ ജനറലി എഴുതുമ്പോൾ ഈ ഒരു നൊട്ടേഷൻ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അതിന്റെ സിംപ്ലിഫൈഡ് ഫോം ഓർഡിനറി ഡെറിവേറ്റീവില് അതിന്റെ ഒരു സിംപ്ലിഫൈഡ് ഫോം നമ്മൾ നോക്കുക. ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ റൂട്ട് എക്സ് നമ്മൾ എടുക്കുന്നത്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ സൈൻ റൂട്ട് എക്സ് നമ്മൾക്ക് അറിയാം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെ ചെയ്യുന്നത്? സൈൻ റൂട്ട് എക്സ്, സൈൻ എക്സിന്റെ ഫോമിലാണ് സൈൻ റൂട്ട് എക്സ് വരുന്നത്. അപ്പൊ സൈൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? കോസ് വരും. ഇപ്പൊ കോസ് റൂട്ട് എക്സ് ഇൻറ്റു സൈൻ റൂട്ട് എക്സിനുള്ളിൽ സൈൻ്റെ ഉള്ളിൽ കിടക്കുന്ന ടേമിന്റെ ഡെറിവേറ്റീവ്, അതായത് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറയുമ്പോൾ 1/2 റൂട്ട് എക്സ് വരും. അപ്പൊ കോസ് റൂട്ട് എക്സ് ഇൻറ്റു 1/2 റൂട്ട് എക്സ്, അതായത് കോസ് റൂട്ട് എക്സ് ബൈ 2 റൂട്ട് എക്സ് ആണ് ആര്? സൈൻ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്? ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. അപ്പൊ കോസ് ഓഫ് റൂട്ട് എക്സ് വരും ഇൻറ്റു സൈൻ ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് വരും. അപ്പൊ ഇത് 1/2 റൂട്ട് എക്സ്. അപ്പൊ കോസ് റൂട്ട് എക്സ് ബൈ 2 റൂട്ട് എക്സ് ആണ് സൈൻ റൂട്ട് എക്സിന്റെ ഓർഡിനറി ഡെറിവേറ്റീവ്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ റൂട്ട് എക്സ് നമുക്ക് കോസ് റൂട്ട് എക്സ് ബൈ 2 റൂട്ട് എക്സ് കിട്ടി. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ഇങ്ങനെ എഴുതാമല്ലോ, കോസ് റൂട്ട് എക്സ് ഇൻറ്റു 1/2 റൂട്ട് എക്സ് എഴുതാം. നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്താ? കോസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി റൂട്ട് എക്സ് ഓഫ് സൈൻ റൂട്ട് എക്സ് എന്ന് പറയുന്നത് കോസ് റൂട്ട് എക്സ് ആയിരിക്കും. എക്സിന്റെ സ്ഥാനത്ത് റൂട്ട് എക്സ് വരുന്നതേ ഉള്ളൂ. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി റൂട്ട് എക്സ് ഓഫ് സൈൻ റൂട്ട് എക്സ് എന്ന് പറയുന്നത് കോസ് റൂട്ട് എക്സ് ആണ്. ഈ കോസ് റൂട്ട് എക്സിന് വരെ നമുക്ക് എന്താ കൊടുക്കാം? ഡി ബൈ ഡി റൂട്ട് എക്സ് ഓഫ് സൈൻ റൂട്ട് എക്സ് എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ കോസ് റൂട്ട് എക്സിന് പകരം ഡി ബൈ ഡി റൂട്ട് എക്സ് ഓഫ് സൈൻ റൂട്ട് എക്സ് എന്ന് കൊടുത്തു ഇൻറ്റു 1/2 റൂട്ട് എക്സ് എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് ആണ്. അപ്പൊ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ റൂട്ട് എക്സിനെ ഡി ബൈ ഡി റൂട്ട് എക്സ് ഓഫ് സൈൻ റൂട്ട് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇവിടുത്തെ സൈൻ റൂട്ട് എക്സിനെ നമ്മളൊരു എഫ് ആയിട്ടും റൂട്ട് എക്സിനെ യു ആയിട്ടും എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ എഴുതാം ഡി ബൈ ഡി യു ഓഫ് സൈൻ എഫ് അല്ല ഡി ബൈ ഡി എഫ് ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്ന് വരികയല്ലേ. സൈൻ റൂട്ട് എക്സിനെ എഫ് എന്നും റൂട്ട് എക്സിനെ യു എന്നും എടുത്താൽ ഡി ബൈ ഡി യു ഓഫ് ഡി എഫ് ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഫോമിലായി. ഡി എഫ് ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഫോമിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത്. ഇവിടെ നമുക്ക് വരുമ്പോൾ നമ്മുടെ കേസിൽ വരുമ്പോൾ എന്തുണ്ട്? രണ്ട് വേരിയബിൾ എഫ് എന്ന് പറയുന്നത് യുവിലും വിയിലുള്ള ഫംഗ്ഷൻ ആണ്. യുവിനകത്തും വിക്കകത്തും ബോത്ത് എക്സ് ആൻഡ് വൈ ഉണ്ട്. അപ്പൊ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0. അതുപോലെ വൈ ചെയ്യുമ്പോൾ ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇത് നമ്മൾ ഇക്വേഷൻ 2 ആൻഡ് പിന്നെ ഇക്വേഷൻ 3 നമ്മൾ വിളിച്ചു. നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ 2ന്റെ കൂടെ ഡോ വി ബൈ ഡോ വൈ മൾട്ടിപ്ലൈ ചെയ്യും. ഇക്വേഷൻ 3യുടെ കൂടെ ഡോ വി ബൈ ഡോ എക്സ് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുക. അതായത് ഇക്വേഷൻ 2 ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ മൈനസ് ഇക്വേഷൻ 3 ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് നമുക്കറിയാം ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഡോ വി ബൈ ഡോ വൈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നത് ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ മൈനസ് ഇക്വേഷൻ 3യുടെ കൂടെ ഡോ വി ബൈ ഡോ എക്സ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇക്വേഷൻ 3 നോക്കുകയാണെങ്കിൽ ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു 0. അപ്പൊ അതിന്റെ ലെഫ്റ്റ് സൈഡ് എങ്ങനെ വരും? ഡോ വി ബൈ ഡോ എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഇത് ഈക്വൽ ടു 0. ഇങ്ങനെ നമുക്ക് കിട്ടും ഈ റിലേഷൻ. ഇക്വേഷൻ 2 ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ മൈനസ് ഇക്വേഷൻ 3 ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ ഈ ഡോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഏതാണെന്ന് നോക്കാൻ വേണ്ടി, അതായത് ഇക്വേഷൻ 2ന്റെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഏതാ? ഡോ വി ബൈ ഡോ വൈ. ഇക്വേഷൻ 3യുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഡോ വി ബൈ ഡോ എക്സ്. അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ 2ന്റെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഡോ വി ബൈ ഡോ വൈ ആണ്. അതായത് ഇക്വേഷൻ 2ന്റെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഏതാ? ഇക്വേഷൻ 3യിൽ ലാസ്റ്റ് വരുന്ന ഒരു ടേമിനെയാണ് ഇക്വേഷൻ 2ന്റെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ഇക്വേഷൻ 3യുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഡോ വി ബൈ ഡോ എക്സ് ആണ്. അതായത് ഇക്വേഷൻ 2വിനകത്ത് ലാസ്റ്റ് വരുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ഇക്വേഷൻ 3യുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് ഇക്വേഷൻ 2ന്റെ കൂടെ ഡോ വി ബൈ ഡോ വൈയും ഇക്വേഷൻ 3യുടെ കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഡോ വി ബൈ ഡോ എക്സ് ആണ്. എന്നിട്ടാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. ജസ്റ്റ് മറന്നു പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇവിടെ നമ്മൾ നോക്കിയാൽ ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈനെ അങ്ങനെ തന്നെ എഴുതി. ഇവിടുത്തെ ഈ ഡോ എഫ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ ഉണ്ട്. അതുപോലെ മൈനസ്
ഇവിടെ മൈനസ് പുറത്തുണ്ടല്ലോ. അപ്പൊ മൈനസ് ഡോ എഫ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഉണ്ട്. ഇത് രണ്ടുകൂടെ ക്യാൻസൽ ചെയ്ത് നോക്കോളും. ഇനി മിച്ചം വരുന്നത് ഈ ഒരു ടേമും മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിനെ ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ മൈനസ് ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ഇവിടെ രണ്ടിടത്തും ഡോ എഫ് ബൈ ഡോ യു കോമൺ ആണ്. അപ്പൊ ഡോ എഫ് ബൈ ഡോ യു ഔട്ട്സൈഡ് എടുത്തു. അപ്പൊ ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ മൈനസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പം ഇവിടെ ഇതിന്റെ പ്രൊഡക്റ്റ് ഈക്വൽ ടു 0 എന്നാണ് വന്നേക്കുന്നത്. അപ്പൊ പ്രൊഡക്റ്റ് 0 ആകണമെങ്കിൽ ഒന്നെങ്കിൽ ഡോ എഫ് ബൈ ഡോ യു 0 ആകണം, അല്ലെങ്കിൽ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന ടേം 0 പോകണം. പിന്നെ ഡോ എഫ് ബൈ ഡോ യുവിന്റെ വാല്യൂ ഒരിക്കലും 0 ആകില്ല. കാരണം എഫ് നമ്മൾ എടുത്തേക്കുന്നത് ബോത്ത് യു ആൻഡ് വിയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുത്തേക്കുന്നത്. യുവിനെയും വിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എഫ്. അപ്പൊ എഫിനകത്ത് ഉറപ്പായിട്ട് ആരുണ്ട്? യു ഉണ്ട്, വിയു ഉണ്ട്. അപ്പൊ യു ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ടും യുവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എഫ്. അപ്പൊ യു ഉള്ളത് കൊണ്ട് ഉറപ്പായിട്ടും ഡോ എഫ് ബൈ ഡോ യു എന്ന് പറയുന്നത് 0 ഒരിക്കലും വരികയില്ല. പിന്നെ 0 ആകാനുള്ള പോസിബിലിറ്റി ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന ആ ഒരു ടേം 0 ആയി പോകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന ടേം എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ മൈനസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. എഫിനകത്ത് യു ഉള്ളത് കൊണ്ട് ഇത് 0 ആകില്ല. പിന്നെ 0 ആകുന്നത് ഈ ഒരു ടേം ആണ്. അപ്പൊ നമുക്കിത് ഇങ്ങനെ കിട്ടി. ഇതെന്ന് പറയുന്നത് എന്താ? ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ മൈനസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. നമുക്ക് എങ്ങനെ എഴുതാം? ഡോ ഓഫ് യു വി ബൈ ഡോ ഓഫ് എക്സ് വൈ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഡോ ഓഫ് യു വി ബൈ ഡോ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട നെസസറി പാർട്ടിൽ, അതായത് നമ്മൾ അസ്യൂം ചെയ്തത് എഫിനകത്ത് എക്സ് ഓർ വൈ എക്സ്പ്ലിസിറ്റ്ലി ഇൻവോൾവ് അല്ല എന്ന് അസ്യൂം ചെയ്തപ്പോൾ ഡോ ഓഫ് യു വി ബൈ ഡോ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് നെസസറി പാർട്ട്. നമുക്ക് അതിന്റെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആണ്. കോൺവേഴ്സ് പാർട്ടും കൂടെ പ്രൂവ് ചെയ്യാനുണ്ട്. ഇപ്പൊ കോൺവേഴ്സ് പാർട്ടിൽ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് there exist two functions u of xy and v of xy such that dou uv by dou xy is equal to 0. Then we have to show that the relation f of uv equal to 0 do not involve the variables x and y explicitly. ഇവിടെ നമുക്ക് അസ്യൂം ചെയ്യുന്നത് യു എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എടുത്തു, വി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എടുത്തു, സച്ച് ദാറ്റ് ഡോ യു വി ബൈ ഡോ എക്സ് വൈ ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഡോ യു വി ബൈ ഡോ എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 ആയിട്ടുള്ള രണ്ട് എക്സിലും വൈയിലും ഉള്ള ഫംഗ്ഷൻസ് ആണ് യുവും വിയും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ യുവിനെയും വിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ എഫ് ഓഫ് യു വി ഈക്വൽ ടു 0ക്കകത്ത് എക്സോ വൈയോ എക്സ്പ്ലിസിറ്റ്ലി കണ്ടെയ്ൻഡ് അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇവിടെ എക്സിനെയും വൈനെയും കണക്ട് ചെയ്യുന്ന രണ്ട് റിലേഷൻസ് ഉണ്ട്, യുവും വിയും. ഇപ്പൊ ഇവിടെ നമുക്ക് എക്സിനെ ഇൻ ടേംസ് ഓഫ് വൈയും വൈനെ ഇൻ ടേംസ് ഓഫ് എക്സും കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത് വൈനെ ഇൻ ടേംസ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? എഫ് ഓഫ് യു വിക്കകത്ത് എക്സോ വൈയോ എക്സ്പ്ലിസിറ്റ്ലി ഇൻവോൾവ് അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഈ യു ഓഫ് എക്സ് വൈ വി ഓഫ് എക്സ് വൈ എന്നുള്ള രണ്ട് റിലേഷൻ ആകുന്ന എക്സിനെ ഇൻ ടേംസ് ഓഫ് വൈനെ ഇൻ ടേംസ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. എന്നിട്ട് എഫ് ഓഫ് യു വിക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പൊ എഫ് ഓഫ് യു വിക്കകത്ത് എക്സോ വൈയോ എക്സ്പ്ലിസിറ്റ്ലി ഉണ്ടെങ്കിൽ, അപ്പൊ വൈ ഉണ്ടെങ്കിൽ വൈക്ക് വരെ എന്ത് കൊടുക്കും? വൈനെ ഇൻ ടേംസ് ഓഫ് എക്സ് കണ്ടുപിടിച്ച ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. യുവിനെയും വിനെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യും. യുവും വിയും കൂടാതെ എക്സോ വൈയോ ഉണ്ടെങ്കിൽ വൈക്ക് വരെ നമ്മൾ ഇൻ ടേംസ് ഓഫ് എക്സ് കണ്ടുപിടിച്ച ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ഗിവൺ ഫംഗ്ഷനകത്ത് എഫിനകത്ത് ആയിരിക്കുള്ളൂ യു ഉണ്ട്, വി ഉറപ്പായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് പിന്നെ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ആരേ ഉള്ളൂ? എക്സ് മാത്രമേ വരത്തുള്ളൂ. അപ്പം യുവിലും വിയിലും എക്സിലും ഉള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഈ റിലേഷനെ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ചെയ്യുന്നത് യുവിനെയും വിനെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് എക്സോ വൈയോ വരുവാണെങ്കിൽ വൈക്ക് പകരം നമ്മൾ വൈനെ ഇൻ ടേംസ് ഓഫ് എക്സ് നമുക്ക് കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ പിന്നെ നമ്മുടെ ഫംഗ്ഷനകത്ത് യുവും വിയും എക്സും മാത്രമേ ഉള്ളൂ. യുവിനകത്തും വിക്കകത്ത് ഓട്ടോമാറ്റിക്കലി വൈയും എക്സും ഒക്കെ ഉണ്ട് കേട്ടോ, അത് നോക്കേണ്ട ആവശ്യമില്ല. യുവിനെ വിനെ നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ട് യുവും വിയും അല്ലാതെ വരുന്ന വൈക്കകത്ത് യുക്കകത്തും വിക്കകത്തും അല്ലാതെ വരുന്ന വൈകിന് പകരം നമ്മൾ എക്സിന്റെ ടേംസിൽ കണ്ടുപിടിച്ച വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പിന്നെ നമുക്ക് യുവും വിയും എക്സും ഉള്ള ഒരു ഫംഗ്ഷൻ ആണ് കിട്ടാൻ പാടും. അപ്പം എഫ് ഓഫ് യു വി എക്സ് ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ കിട്ടും. ഇനി നമ്മൾ ഇക്വേഷൻ 5 ആയിട്ട് എടുത്തു. അപ്പൊ ഈ ഒരു ഫംഗ്ഷന് നമ്മൾ എഫ് ഓഫ് യു വി എക്സ് ഈക്വൽ 0 എന്നുള്ളതിനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാം. അപ്പൊ ഇവിടെ നമ്മൾ അഗെയിൻ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ഒരു ഡോ എഫ് ബൈ ഡോ എക്സോട് വരും. കാരണം ഇവിടെ എക്സ് ഉണ്ട്. അപ്പൊ എക്സ് ഉള്ളതുകൊണ്ട് പ്ലസ് ഒരു, അതായത് യുവും വിക്കകത്തും വരുന്ന എക്സ് കൂടാതെ അഡീഷണൽ എക്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഡോ എഫ് ബൈ ഡോ എക്സും കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതുപോലെ തന്നെ അഗെയിൻ എഫ് ഓഫ് യു വി എക്സ് ഈക്വൽ 0നെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുവാണ്. അപ്പൊ വൈ ചെയ്യുമ്പോൾ ഇവിടെ ലാസ്റ്റ് ടേം ഇല്ലാത്തതാണ് കേട്ടോ, ഈ ടേം ഇല്ല, ബാക്കി ഈ രണ്ട് ടേംസേ ഉള്ളൂ. ഇത് അറിയാതെ എഴുതി പോയതാണ് കേട്ടോ, അത് വേണ്ട. നമുക്ക് വൈ വിത്ത് റെസ്പെക്ട് വൈ ചെയ്യുമ്പോൾ എന്ത് വരും? യുവിനകത്ത് വൈ ഉണ്ട്, വിനകത്ത് വൈ ഉണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എഫ് ഡോ വൈ എന്ന് കിട്ടും. ഇവിടെ നമുക്ക് വൈ ഇല്ല, ഡോ എഫ് ബൈ ഡോ വൈ എന്നുള്ള ടേം ഇല്ല. കാരണം എന്ത് വരും?
വൈനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് എക്സ് എഴുതിയിട്ട് എഫ് ഓഫ് യു വി എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ. ഇതിനകത്ത് വൈ എക്സ്പ്ലിസിറ്റ്ലി കണ്ടെയ്ൻഡ് അല്ല. ഉറപ്പായിട്ടും ഡോ എഫ് ബൈ ഡോ വൈ എന്നുള്ള ടേം ഇല്ല. നമുക്ക് കിട്ടാൻ പോണത് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് കിട്ടിക്കോണെ, ടേം ഇല്ല. അപ്പൊ നമ്മൾ ഇത് ചെയ്യാൻ പോണത് നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ആ ഇക്വേഷൻസിന് നമ്മൾ ഇക്വേഷൻ 6 ആൻഡ് ഇക്വേഷൻ 7 അങ്ങ് എടുത്തു. ഇനി ചെയ്യാൻ പോണത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇക്വേഷൻ 6ന്റെ കൂടെ ഡോ വി ബൈ ഡോ വൈ മൾട്ടിപ്ലൈ ചെയ്യും. ഇക്വേഷൻ 7ന്റെ കൂടെ ഡോ വി ബൈ ഡോ എക്സ് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അത് രണ്ടോടെ സബ്ട്രാക്ട് ചെയ്യും. ഇക്വേഷൻ 6ന്റെ കൂടെ ഡോ വി ബൈ ഡോ വൈ ചെയ്യുമ്പോൾ കിട്ടാൻ പോണത് ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ വരും അതിന്റെ ലെഫ്റ്റ് സൈഡ്. അതുപോലെ മൈനസ് ഇക്വേഷൻ 7ന്റെ കൂടെ ഡോ വി ബൈ ഡോ എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ 7ന്റെ ലെഫ്റ്റ് സൈഡ് എന്താവും? ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് ഇക്വേഷൻ 6 ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ മൈനസ് ഇക്വേഷൻ 7 ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിലേഷൻ. വിച്ച് ഇംപ്ലൈസ് ഇവിടെ ഡോ എഫ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ കിടക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇതിനെ ഇപ്പൊ നമുക്ക് ചെയ്യുമ്പം ഇവിടെ എന്തുണ്ട്? ഡോ എഫ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ ഉണ്ട്. ഡോ എഫ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഡോ എഫ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ ഉണ്ട്. ഡോ വി ബൈ ഡോ വൈ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഉണ്ട്. ഇത് രണ്ടുകൂടെ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്ത്, പ്ലസ് ആണ് ഇത് മൈനസ് ആണ്, ഇത് രണ്ടുകൂടെ നമുക്ക് മൈനസ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ റിമൈനിങ് ടേംസ് എന്ന് പറയുന്നത് ഇതിന് വരും. ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ യു ഡി വി ബൈ ഡോ വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ മൈനസ് ദിസ് ടേം ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഈ രണ്ട് ഇതിനകത്ത് നമുക്ക് ഡോ എഫ് ബൈ ഡോ യു കോമൺ എടുക്കാം. ഇതിനകത്തും ഡോ എഫ് ബൈ ഡോ യു ഉണ്ട്, ഇതിനകത്തും ഡോ എഫ് ബൈ ഡോ യു ഉണ്ട്. ഈ രണ്ടെണ്ണത്തിൽ നമുക്ക് ഡോ എഫ് ബൈ ഡോ യു കോമൺ എടുക്കാം. അപ്പൊ ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഇതെന്ത് വരും? ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ മൈനസ് ഇവിടെ മിച്ചം ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് കിട്ടും. പ്ലസ് ഈ ഒരു ടേം അങ്ങനെ തന്നെ വെച്ചു. ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇനി ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഇതിന് പകരം എന്ത് എടുക്കാം? ഡോ ഓഫ് യു വി ബൈ ഡോ ഓഫ് എക്സ് വൈ എന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു ഡോ ഓഫ് യു വി ബൈ ഡോ ഓഫ് എക്സ് വൈ പ്ലസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്തായിരുന്നു? യുവും വിയും ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. സച്ച് ദാറ്റ് ഡോ ഓഫ് യു വി ബൈ ഡോ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. ഡോ ഓഫ് യു വി ബൈ ഡോ ഓഫ് എക്സ് വൈക്ക് വരെ നമുക്ക് 0 കൊടുക്കാം. അതാണ് ഇക്വേഷൻ 4. ഇക്വേഷൻ 4-നകത്ത് നമ്മൾ ഡോ ഓഫ് യു വി ബൈ ഡോ ഓഫ് എക്സ് വൈ 0 കിട്ടും. അത് കൊടുക്കുമ്പോൾ ഡോ എഫ് ബൈ ഡോ യു ഇൻറ്റു 0 പ്ലസ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഈ ടേം മൊത്തത്തിൽ 0 ആയി പോയി. പിന്നെ മിച്ചം ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ഇവിടെ വി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. അപ്പോൾ വിക്കകത്ത് ഉറപ്പായിട്ടും വൈ ഉണ്ട്. അപ്പൊ ഡോ വി ബൈ ഡോ വൈ എന്ന് പറയുന്നത് ഒരിക്കലും 0 ആകുന്നില്ല. ഈ പ്രൊഡക്റ്റ് 0 ആകണമെങ്കിൽ പിന്നെ മിച്ചം ഡോ എഫ് ബൈ ഡോ എക്സ് 0 ആയേ പറ്റുള്ളൂ. അപ്പൊ വി ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയതുകൊണ്ട് ഡോ വി ബൈ ഡോ വൈ 0 ആകില്ല. അത് നോൺ 0 വാല്യൂ ആണ്. അപ്പൊ പിന്നെ 0 ആവുന്നത് ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. Therefore, ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് എഫിനകത്ത് എക്സ് എക്സ്പ്ലിസിറ്റ്ലി ഇൻവോൾവ് അല്ല എന്നാണ് ഇതിന്റെ മീനിങ്. ഡോ എഫ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എഫിനകത്ത് എക്സ് ഇല്ല. അതായത് എഫ് ഡി നോട്ട് ഇൻവോൾവ് ദ വേരിയബിൾ എക്സ് എക്സ്പ്ലിസിറ്റ്ലി. എഫിനകത്ത് എക്സ് ഉണ്ട്, യുവിനകത്ത് മിക്കത്തും വരുന്നതുകൊണ്ട് എക്സിനകത്ത് ഉറപ്പായിട്ട് എക്സ് ഉണ്ട്. പക്ഷെ എക്സ്പ്ലിസിറ്റ്ലി എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നില്ല. അതാണ് എന്റെ മീനിങ്. അപ്പം എഫ് ഡസ് നോട്ട് ഇൻവോൾവ് ദ വേരിയബിൾ എക്സ് എക്സ്പ്ലിസിറ്റ്ലി നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ ഇതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും എഫിനകത്ത് വൈ ഇല്ലാന്ന്. വൈ എക്സ്പ്ലിസിറ്റ്ലി കണ്ടെയ്ൻഡ് അല്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ വൈ ഇല്ലാന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ എഫ് ഓഫ് യു വി എക്സ് എന്നുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചത്. എഫ് ഓഫ് യു വി എക്സ് നമ്മൾ എന്തെങ്ങനെ കണ്ടുപിടിച്ചത്? എക്സ് വൈനെ ഇൻ ടേംസ് ഓഫ് എക്സിൽ കണ്ടുപിടിച്ചിട്ടാണ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എഫ് ഓഫ് യു വി എക്സ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ തിരിച്ച് ചെയ്താൽ മതി. അതായത് എക്സിനെ ഇൻ ടേംസ് ഓഫ് വൈ കണ്ടുപിടിച്ചിട്ട് എഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഓഫ് യു വി വൈ കിട്ടും. എന്നിട്ട് ഈ സെയിം പ്രോസസ്സ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വൈനെ എക്സ്പ്ലിസിറ്റ്ലി കണ്ടെയ്ൻ ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എഫ് എന്ന് പറയുന്ന റിലേഷൻ എക്സിനെയും വൈനെയും എക്സ്പ്ലിസിറ്റ്ലി കണ്ടെയ്ൻ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും വെൻ എവർ ഡോ യു വി ബൈ ഡോ എക്സ് വൈ ഈക്വൽ ടു 0. അതായത് യു എക്സിലും വൈയിലുള്ള ഫംഗ്ഷൻ ആണ്, വിയും എക്സിലുള്ള വൈയിലുള്ള ഫംഗ്ഷൻ ആണ്. ഡോ യു വി ബൈ ഡോ എക്സ് വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ യുവിനെയും വിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന എഫ് ഓഫ് യു വി ഈക്വൽ ടു 0 എന്നുള്ള റിലേഷനകത്ത് എക്സോ വൈയോ എക്സ്പ്ലിസിറ്റ്ലി ഇല്ല എന്ന് പ്രൂവ് ചെയ്യാം. നമ്മുടെ കോൺവേഴ്സ് പാർട്ടും പ്രൂവ് ചെയ്തു. നമ്മുടെ റിലേഷൻ ഇതായിരുന്നു, തിയറി ഇതായിരുന്നു.
യുവും വിയും എക്സിലും വൈയിലുള്ള രണ്ട് ഫംഗ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് യു വി ഈക്വൽ ടു സീറോയ്ക്കകത്ത് എക്സോ വൈയോ എക്സ്പ്ലിസിറ്റ്ലി ഉണ്ടാവാതിരിക്കാനുള്ള നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ ആണ് ഡോ യു വി ബൈ ഡോ എക്സ് വൈ ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും.